ഇത് പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് വേറൊരു സങ്കല്പം കൂടി ഉണ്ടായിരുന്നു. ഇത് ഒരു ത്രികോണ മത്സരം നടക്കുന്ന ജില്ലയാണെന്ന്. ഇന്നിപ്പോൾ അമിത്ഷാ വന്ന് പറയുകയാണ് കേരളത്തിലെ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, ഇനി അടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ദിവാസ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ട്, അമിത്ഷായ്ക്കും അവകാശമുണ്ട്. ഈ സ്വപ്നം ഒരു ദുസ്വപ്നമായിട്ട് അവശേഷിക്കുകയുള്ളൂ എന്ന് ഞാൻ ആഭ്യന്തരമന്ത്രിയെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കും. എന്താണ് ബി.ജെ.പിയുടെ വളർച്ച ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ? ബി.ജെ.പി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? CPM-നെ ജയിപ്പിക്കാനാണ്. CPM നിൽക്കുന്നതിനാണ്, ബി.ജെ.പി ജയിപ്പിക്കാനാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇവർക്ക് ഇത്ര സീറ്റ് കിട്ടി മേയർ ഉണ്ടാവാൻ കാരണക്കാരാണ്? അവിടുത്തെ വാർഡ് വിഭജനം ബി.ജെ.പിക്ക് അനുകൂലമായി നടത്തിക്കൊടുത്തവർക്കാണ്. അതാരാണ് നടത്തിക്കൊടുത്തത്? പിണറായി സർക്കാർ. UDF ജയിക്കുന്ന വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം 12,000, ബി.ജെ.പി ജയിക്കുന്ന വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം 5,000. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരേ കോർപ്പറേഷനിൽ ഒരു വാർഡിൽ 12,000 വോട്ട്, മറ്റേ വാർഡിൽ 5,000 വോട്ട്. അപ്പോ കോൺഗ്രസിന്റെ ഒരു വാർഡ് മെമ്പർ ജയിക്കുമ്പോൾ ബി.ജെ.പിയുടെ 2-3 വാർഡ് മെമ്പറെ ജയിപ്പിക്കുന്ന ഒരു മാന്ത്രിക തന്ത്രം ബി.ജെ.പിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് പിണറായി സർക്കാർ അല്ലേ? കോഴിക്കോട് 8 പേരേ ഉണ്ടായിരുന്നുള്ളൂ ബി.ജെ.പിക്ക്, അത് 14 പ്രാവശ്യം. എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇതേ മാർഗം ബി.ജെ.പിക്ക് ആകെ കൂടിയത്, കോർപ്പറേഷൻ കൂടിയത് 168 വോട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ 168 വോട്ടാണ് ബി.ജെ.പിക്ക് കൂടിയത്. ആ 168 വോട്ട് കൂടിയ ബി.ജെ.പി 6 സീറ്റ് കൂടുതൽ കിട്ടി. അവർ ജയിക്കാൻ വേണ്ടി വാർഡ് ഉപയോഗിച്ചു കൊടുത്തു. ഈ കച്ചവടം പാവപ്പെട്ട ബി.ജെ.പി അണികളോ CPM അണികളോ അറിഞ്ഞുകൊണ്ടുള്ള കച്ചവടമല്ല. താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബി.ജെ.പി CPM അവിശുദ്ധ കൂട്ടുകെട്ട് എല്ലായിടത്തും നടക്കുകയാണ്. ഈ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു വിധിയെഴുത്ത് കൂടിയായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ. ഞങ്ങൾ ആവർത്തിക്കും, നിയമസഭയിലും കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. അവരെ വിഡ്ഢികളാക്കാൻ നിങ്ങൾ പരസ്യമായിട്ട് ഇന്നിപ്പോ ഒരു കേന്ദ്രവിരുദ്ധ സമരം നടത്തിയിട്ടുണ്ട്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. എപ്പോഴാണ് നടത്തുന്നത്? ഭരണം മാറിപ്പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ, ഈ കസേരയിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പം ബോധോദയം ഉണ്ടായിരിക്കുന്നത് കേന്ദ്രത്തോട് സമരം ചെയ്യണമെന്ന്. ശുദ്ധ തട്ടിപ്പ്. ഈ തട്ടിപ്പ് കേരള ജനത മനസ്സിലാക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് അമിത്ഷാ ഇവിടെ പറഞ്ഞ ആ പൂതി നടക്കാൻ പോകുന്നില്ല. ഇപ്പോഴാണ് ശബരിമല കാര്യം തന്നെ ബി.ജെ.പിയുടെ നിലപാട് എന്തായിരുന്നു കഴിഞ്ഞ 2-3 മാസക്കാലം? ഇന്ന് അമിത്ഷാ പറയുന്നത് കേട്ടു. അമിത്ഷായ്ക്ക് ഇന്നാണ് തോന്നിയത് ശബരിമലയെ കുറിച്ച് ചിന്തിക്കാൻ? അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ജില്ല ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് LDF MLA-മാരെ ജയിപ്പിക്കുകയാണല്ലോ. ഇവിടുത്തെ ജനപ്രതിനിധികളായ ആന്റോ ആന്റണി ഉണ്ട്, അടൂർ പ്രകാശ് ഇവിടുത്തെ മുമ്പത്തെ മന്ത്രിയായിരുന്നു. അടൂർ പ്രകാശ് തുടങ്ങിയ കോന്നി മെഡിക്കൽ കോളേജ്, ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഇന്നത്തെ അവസ്ഥ? ഈ കഴിഞ്ഞ 10 കൊല്ലമായി ഇവർ ഭരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിനോട് ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കട്ടെ, കേരളത്തിന് വേണ്ടി നിങ്ങൾ നടപ്പിലാക്കിയ ഒരു വലിയ മേജർ പ്രോജക്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ വിഴിഞ്ഞം ഉണ്ടായി, കൊച്ചി മെട്രോ ഉണ്ടായി, കണ്ണൂർ വിമാനത്താവളം ഉണ്ടായി, കരുണാകരൻ ഭരിച്ചപ്പോൾ കൊച്ചി വിമാനത്താവളം ഉണ്ടായി. ഇതെല്ലാം എണ്ണി പറയാവുന്ന പ്രോജക്റ്റുകളാണ്. ഒന്ന് പറഞ്ഞേ, 10 കൊല്ലങ്ങൾ ഭരിച്ചിട്ട് ഒന്ന് പറഞ്ഞേ. മെഡിക്കൽ കോളേജുകൾ, എത്ര മെഡിക്കൽ കോളേജുകളായിരുന്നു? 5 മെഡിക്കൽ കോളേജുകൾ സർക്കാർ മേഖലയിൽ. അതിലൊന്ന് പ്രകാശ് താല്പര്യമെടുത്ത് പത്തനംതിട്ടയിൽ കോന്നി കൊണ്ടുവന്നു. ഇത് കോന്നിയിലെ മാത്രമല്ല, വയനാടുണ്ടായിരുന്നു ഒന്ന്. ആ മെഡിക്കൽ കോളേജിലൊന്നും ഇപ്പൊ ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഈ നാട്ടുകാരിയാണ്, ഈ മണ്ഡലക്കാരിയാണ്. കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണ്? വേണുമാരുടെ യോജനം കേട്ട് കേരളം നടുങ്ങി വിറച്ചിരിക്കുകയല്ലേ. ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല, ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ല. ഇതെല്ലാം ഇല്ലാതാക്കുന്ന ഈ സാഹചര്യം ഉണ്ടാക്കിയ നിങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ വികസന വായ്പിനോട്, ഈ ജില്ല ഉണ്ടായത് തന്നെ വികസനത്തിന്റെ പേരിലാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു KK നായർ. ഈ ജില്ല ഉണ്ടായത് തന്നെ ഡെവലപ്മെന്റിന്റെ പേരിലാണ്. ഈ ജില്ലയിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം വികസനത്തിൽ പിന്നോട്ടടിച്ച CPM സർക്കാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും ഞങ്ങൾ. ഈ ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള വികസനം ഉണ്ടാകും, ഈ ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള കരുതലുണ്ടാകും. ഈ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം ആഗ്രഹിക്കുന്ന ജില്ല എന്ന നിലയിൽ
ഇവിടുത്തെ മുൻഗണനാ ലിസ്റ്റിൽ വികസനവും കരുതലും ഉണ്ടാകുന്ന നടപടികളുമായി UDF മുന്നോട്ട് പോകും. അത് നിങ്ങളെല്ലാവരും സഹകരിക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാൻമാരും ഈ വിജയത്തെ ഏറ്റവും വിനയത്തോടെ സ്വീകരിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളോടൊപ്പം നിൽക്കുക. പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും, പാർട്ടിയോടൊപ്പം നിങ്ങൾ നിൽക്കുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വിജയത്തിനും നേതൃത്വം കൊടുത്ത ഞാൻ സത്യത്തിൽ സതീഷ് കൊച്ചുപറമ്പിനെയും അവരുടെ KPCC ഭാരവാഹികൾ കോർ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ആളുകൾ ആന്റോ ആന്റണി എല്ലാ ദിവസവും എന്നെ വിളിച്ച് പറയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ വൻ റിസൾട്ട് ഉണ്ടാകും. ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. സത്യം പറഞ്ഞു എല്ലാ സീറ്റും ചെയ്യും. ഇദ്ദേഹത്തിന്റെ ജില്ല ഇവിടെ മാത്രമല്ല പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയിലും മുഴുവൻ ജയിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് സതീഷ് വളരെ സൈലന്റാണ്. ശബ്ദത്തിലൊന്നും പോകാറില്ല, ആരവത്തിന് പോകാറില്ല, വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ ജമ്പിങ് നടത്താറില്ല. പക്ഷേ പാർട്ടിയെ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് എന്ന് തെളിയിച്ചിട്ടാണ് ഈ വിജയം ഉണ്ടായത്. ഐ എം റിയലി അപ്രീഷിയേറ്റിംഗ് ഹിസ് ഓർഗനൈസേഷൻ സ്കിൽ. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കോർ കമ്മിറ്റി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, ഇവിടെ നിന്നുള്ള MP, പത്തനംതിട്ടയിലെ മനസ്സെപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന നമ്മളെ UDF കൺവീനർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഈ വിജയത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നേതാക്കൾ എല്ലാവരും പേരെടുത്ത് ഞാൻ പറഞ്ഞില്ല, എല്ലാം കൂടിയിട്ട് ടീമാണ്. ടീം പത്തനംതിട്ട UDF ആണ് ഈ വിജയം നേടിയത്. അത് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.